ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ദേശാഭിമാനിയിൽ ഒരു നടപടി വരികയാണ്. ഈ കള്ളൻ വിജയൻ ക്യാപ്ഷൻ, ഇതുമായി ബന്ധപ്പെട്ടേക്കുള്ള പൊട്ടിത്തെറികളും വിമർശനങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് ഒരു പത്രപ്രവർത്തകനെ വാരാന്ത പതിപ്പിൽ കെ ആർ അജയനെ മാറ്റിക്കൊണ്ടുള്ള നടപടി വരുന്നത്. അപ്പോൾ എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? സാധാരണഗതിയിൽ കള്ളൻ വിജയൻ എന്ന ഒരു തലക്കെട്ട് ഒരു ലേഖനത നൽകിയാൽ അതിൽ അപാകതയൊന്നുമില്ല, ആ ലേഖനവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണെങ്കിൽ. പക്ഷെ മറ്റു പത്രങ്ങൾക്കുള്ള ആ സ്വാതന്ത്ര്യം ഈ പ്രത്യേകമായ ഒരു വിഷയത്തിൽ ദേശാഭിമാനിയിൽ എടുക്കാൻ കഴിയുകയുമില്ല. കാരണം ദേശാഭിമാനി പാർട്ടിയുടെ പത്രമാണ്. അവിടെ തെറ്റായ വ്യാഖ്യാനത്തിനോ തെറ്റിദ്ധാരണയ്ക്കോ കാരണമാകുന്ന ഒന്നും വന്നുകൂടാ എന്നുള്ള ജാഗ്രത അവിടുത്തെ പത്രപ്രവർത്തകർ കാണിക്കുന്നുമുണ്ട്. അതിനെ കാണിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. ഇവിടെ ഇപ്പോൾ ഈ വിവാദം തന്നെ വാസ്തവത്തിൽ ഒരു അനാവശ്യമായ വിവാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ലേഖനത്തിലേക്ക് അല്ലെങ്കിൽ ശീർഷകത്തിലേക്ക് പരിബന്ധപ്പെടുത്തുന്നതിന് പകരം അത് VS-മായിട്ടുള്ള നമ്മൾ ബന്ധപ്പെടുത്തി അത് പാർട്ടിക്കകത്തെ വിഭാഗീയത, ചിത്രം, അന്തഃഛിദ്രം, അങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ആ സീനിയർ, അടുത്ത വർഷമായിട്ട് റിട്ടയർ ചെയ്യാനിരിക്കുന്ന ആളാണ്, ആ സീനിയർ ന്യൂസ് എഡിറ്റർക്ക് സ്ഥാനചലനം അല്ലെങ്കിൽ പക്ഷേ ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഇതിനു മുമ്പും അതിനേക്കാളും ദേശാഭിമാനിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പക്കുട്ടൻ വള്ളിക്കുന്നിന്റെയൊക്കെ അനുഭവം നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു സാധാരണഗതിയിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നമുക്ക് ദേശാഭിമാനിയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നതിന് പ്രായോഗികമായ അങ്ങ് പറഞ്ഞതുപോലെ ലഘുവായ ഒരു വിഷയം അത് വഷളാക്കിയതിൽ പ്രധാനപ്പെട്ട, കാരണം 2 സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ചുമതലയുള്ള ഒരു സ്ഥാപനമാണ്, ഒരു മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഒരു ക്യാപ്ഷൻ, അങ്ങ് പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടൊരു ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ ആ എഴുത്തുകാരൻ്റെ ഭാവനയും അവനെടുത്ത തലക്കെട്ടുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ജാഗ്രത വേണം എന്നൊക്കെ പറയുമ്പോഴും ഇത് വഷളാക്കിയതിൻ്റെ അതിൻ്റെ കാരണക്കാരാണ്? തീർച്ചയായും ഞാൻ ഇപ്പോൾ ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്ററായി സപ്ലിമെന്റിന്റെയൊക്കെ ചുമതലയുള്ള 2 വർഷം പ്രവർത്തിച്ച ആളാണ്. അതിനു മുമ്പ് അവിടെ നിയമകാര്യ ലേഖകനും ഒക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ ഒരു വലിയ തോതിലുള്ള ജാഗ്രത പാലിക്കാറുണ്ട്. അത് ഈ ദേശാഭിമാനി മാത്രമല്ല, ഏത് സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഒരു ജാഗ്രത നമുക്കുണ്ടാകും. അവിടെ അതിന്റെ ഉടമസ്ഥരെ അല്ലെങ്കിൽ മറ്റുള്ള നിയന്ത്രിക്കുന്നവരെ അവരെ ഒഫൻഡ് ചെയ്യുക അനാവശ്യമായി, അതൊന്നും നമുക്ക് അനുവദനീയമായ കാര്യമല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചപ്പോൾ ഈ ദുർവ്യാഖ്യാനത്തിനൊക്കെ ഇടം കൊടുത്തത് വാസ്തവത്തിൽ ഈ എഡിറ്റർ അല്ല, അത് പത്രത്തിന്റെ ചുമതലയുള്ള പാർട്ടി ഔദ്യോഗികമായ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പ്രസിഡന്റ് എഡിറ്റർ M. സ്വരാജ്. അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് വാസ്തവത്തിൽ കാര്യങ്ങൾ ഇത്ര കുഴപ്പത്തിലാക്കിയത്. അദ്ദേഹം പറഞ്ഞ സാങ്കേതികമായ തകരാറുകൾ, ഈ സാങ്കേതിക തകരാറൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഇന്ന് വാരാന്ത്യ പതിപ്പ് വിതരണം ചെയ്യുന്നില്ല, നാളത്തെ പത്രത്തിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അതിലെന്ത് ഭേദഗതിയും വരുത്താം, ഏത് ലേഖനവും മാറ്റാം, ഏത് ശീർഷകവും മാറ്റാം. അതിന് പകരമുള്ള ഒരു വിശദീകരണം, അത് ഒട്ടും സ്വാഭാവികതയില്ലാത്ത. വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചു.